ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ എനിക്ക് റീസെൻ്റ്ലി കുറേ കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. അതായത് നമ്മുടെ സാംസങ് S23, S24 എല്ലാ ഡിവൈസുകൾക്കും ആഫ്റ്റർ അപ്ഡേറ്റ് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോൺ ഔട്ട് ഓഫ് വെയറിൻ്റെ ആയ ആൾക്കാരുടെ ഫോൺ ആഫ്റ്റർ അപ്ഡേറ്റ് ഗ്രീൻ ലൈൻ ഇഷ്യൂ ഇഷ്ടം പോലെ ഇപ്പോൾ റിപ്പോർട്ട് ആവുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇതിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് ഞാൻ സാംസങ് S23 എടുത്തിപ്പോൾ ഓൾമോസ്റ്റ് 6 മാസം ആവാറാവണുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പുതിയ സാംസങ് ഫോണ് ഒരു 6 മാസത്തിന്, അതായത് 180 ഡേയ്സിന് മുമ്പാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി വേണമെങ്കിൽ സാംസങ് കെയർ പ്ലസ് പറഞ്ഞാൽ ഇവരുടെ എക്സ്റ്റൻഡഡ് വാറണ്ടി പ്രോഗ്രാം ഉണ്ടല്ലോ, അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. നമ്മുടെ ആപ്പിൾ കെയർ പ്ലസ് പോലെ തന്നെ. അപ്പോൾ അതിൻ്റെ പോലെ തന്നെ ഞാൻ ആക്ച്വലി ഇപ്പോൾ എൻ്റെ സാംസങ് S23 അൾട്രയ്ക്ക് ഒരു 1 ഇയർ എക്സ്റ്റൻഡഡ് വാറണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അവരുടെ മൈ ഗാലക്സി ആപ്പ് ത്രൂ എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, നോർമലി നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്ന ഇപ്പോൾ കാണാനുണ്ട്. ഞാൻ അതിൻ്റെ ഇത് ഓഫാക്കാം. ഇങ്ങനൊരു മെസ്സേജ് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആയിട്ട് വരും. അപ്പോൾ എനിക്ക് ആക്ച്വലി 2026 വരെ ഇപ്പോൾ എൻ്റെ വാറണ്ടി എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. അതായത് യുവർ സാംസങ് കെയർ പ്ലസ് എക്സ്റ്റെൻഡഡ് വാറണ്ടി പ്ലാൻ is successfully activated from your സാംസങ് ഗാലക്സി S23 Ultra മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ചെയ്യാൻ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ സൈറ്റ് ത്രൂ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ സാംസങ് ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ മൈ ഗാലക്സി എന്നൊരു ആപ്പ് ഉണ്ടായിരിക്കും. കണ്ടു, ഇങ്ങനൊരു ആപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ ലാസ്റ്റ് ആയിട്ട് ഇവിടെ കാണാൻ കണ്ടു സാംസങ് കെയർ പ്ലസ് ആയിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോൺ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ഇത് ഇവർക്ക് സാംസങ് കെയർ പ്ലസ് ആയിട്ട് എക്സ്റ്റൻഡഡ് വാറണ്ടി മാത്രമല്ല, സ്ക്രീൻ പ്രൊട്ടക്ഷൻ പ്ലാൻ ഉണ്ട്, അങ്ങനെ കുറേ സംഭവമുണ്ട്. അത് നോർമലി എല്ലാം 30 ദിവസം ഉണ്ടായിരിക്കുമല്ലോ. അതിനുശേഷം 180 ഡേയ്സ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന വേറെ സാധനമാണ് എക്സ്റ്റൻഡഡ് വാറണ്ടി. അപ്പോൾ അത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ കണ്ടു, മുകളിൽ ഇങ്ങനെ ഉണ്ട് എക്സ്റ്റൻഡഡ് ഗ്യാരണ്ടി. അപ്പോൾ അതിനോട് കാണിക്കുന്ന എല്ലാ സംഭവങ്ങളൊക്കെ കൂടെ കാണിക്കുന്നുണ്ടോ. 180 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഫോൺ രജിസ്റ്റർ ആയിട്ടുള്ള ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി കെയർ പ്ലസ് നിങ്ങൾക്ക് ഇത് കൂടെ തന്നെ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് UPI ആയിട്ടോ ക്രെഡിറ്റ് കാർഡായിട്ടോ ഡെബിറ്റ് കാർഡായിട്ടോ EMI ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ എടുക്കാൻ സംഭവം. റേസർ പേ മെത്തേഡ് ത്രൂ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നത് ഈസി പരിപാടിയാണ്. അപ്പോൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കൺഫർമേഷൻ സംഭവം കിട്ടും. അപ്പോൾ തന്നെ സാധനം പ്ലാൻ ആക്ടിവേറ്റ് ആവും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഫോൺ ഒരു 1 ഇയറിൻ്റെ മുകളിൽ നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ സാധനം എടുത്ത് വയ്ക്കാൻ മറക്കണ്ട. എന്ന് വെച്ചാൽ അത്രയും പെത്തറ്റിക്കാണ് ഇപ്പോഴത്തെ ഫോണുകളുടെ ക്വാളിറ്റി എന്ന് പറയാം. പ്രത്യേകിച്ച് ഡിസ്പ്ലേ ഗ്രീൻ ലൈൻ ഇഷ്യൂ. എക്സെപ്റ്റ് നമ്മുടെ OnePlus 13 സീരീസിൻ്റെ മുകളിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, അതിനിപ്പോൾ ലെഫ്റ്റ് ഫ്രീ വാറണ്ടി ഒരു ഡിസ്പ്ലേക്ക് കൊടുക്കുന്നുണ്ട്. അല്ലാത്ത ഏത് എടുത്താലും ഇതുപോലെ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ഫോൺ എടുക്കാൻ നോക്കുന്നുള്ളത് 1 ഇയർ പ്ലസ് ആയിട്ട് എടുക്കാൻ നോക്കുന്നതാണെങ്കിൽ അപ്പോൾ തന്നെ കൂടെ തന്നെ ഇത് എടുക്കാൻ മറക്കണ്ട. അപ്പോൾ സാംസങ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 6 മാസത്തിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വാങ്ങിക്കേണ്ട ആ സമയത്ത് എടുക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ സാധനം എടുക്കാൻ തന്നെ കാരണം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയിക്കും S25 Ultra ഇറങ്ങിയല്ലോ. ഞാൻ നോർമലി വിചാരിച്ചത് S25 Ultra ഒരു നല്ലൊരു അപ്ഡേറ്റ് ആണെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം. പക്ഷേ ഓൾറെഡി ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു തോട്ട്സ് അതിനെ കുറിച്ച് ഞാൻ ഓൾറെഡി തന്നെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി എനിക്കിത് ഡൗൺഗ്രേഡ് ആയിട്ട് തോന്നിക്കണമെന്ന്, എക്സെപ്റ്റ് നമ്മുടെ പ്രൊസസ്സർ ഒഴിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും 1 ഇയറിന് മുകളിൽ ഇപ്പോൾ എന്താ വെച്ചാൽ ഓൾമോസ്റ്റ് ഇപ്പോൾ 6 മാസമായുള്ളൂ. അപ്പോൾ എന്തായാലും 1 ഇയറിന് മുകളിൽ എന്തായാലും ഇപ്പോൾ പോകാൻ സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിത് പ്രൈമറി ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എൻ്റെ ഐഫോൺ ഞാനത് സെക്കൻഡറി ആക്കി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അത് എടുക്കാൻ തന്നെ കാരണം. എനിക്ക് ആക്ച്വലി 1 ഇയർ എക്സ്റ്റൻഡഡ് പ്ലാനിന് പ്രൈസ് വന്നത് 699 ആണ് കേട്ടോ. 6999 രൂപ. 1 ഇയർ നിങ്ങൾക്ക് എക്സ്റ്റൻഡഡ് വാറണ്ടി കിട്ടും. നോർമൽ നമ്മുടെ വാറണ്ടിയിൽ കവർ ആവണം എല്ലാ സംഭവം ഇതിൽ കവർ ആവും ചെയ്യും കേട്ടോ. ഇതിപ്പോൾ നിങ്ങളുടെ പുതിയ ഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻ പ്രൊട്ടക്ഷൻ പ്ലാൻ എടുക്കാം. അതായത് അത് എനിക്ക് തോന്നുന്നു 5999 രൂപ എന്നുണ്ട്. അത് നിങ്ങൾക്ക് കൊല്ലത്തിൽ 2 പ്രാവശ്യം നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ ഡിസ്പ്ലേ കയ്യിൽ നിന്ന് വീണ് പൊട്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഒരു പ്രൊസസിങ് ചാർജ് വരും ഇനീഷ്യലി, അതല്ലാണ്ട് 2 വർഷം അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഇതിനും നമുക്ക് അങ്ങനെ 2 പ്രാവശ്യം കൊല്ലത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് എടുത്തു വയ്ക്കുകയായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്താ വെച്ചാൽ ഡിസ്പ്ലേ ഇപ്പം ഞാൻ പറഞ്ഞു എന്നറിയില്ല, എൻ്റെ ബ്രദറിൻ്റെ ആൾ വിവോ X900 ആയിരുന്നു, X90 ആയിരുന്നു. അപ്പോൾ അത് വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നോക്കിയപ്പോൾ ഗ്രീൻ ലൈൻ വന്നു. അപ്പോൾ അതാണ് അവസ്ഥ. വാറണ്ടി നമ്മൾ റീപ്ലേസ്മെൻറ്റ് കാലൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയണത് 25 ഓൾമോസ്റ്റ് ആ റേറ്റാണ് പറയണത്. 25 രൂപ കൊടുത്തിട്ട് അത് അപ്ഡേറ്റ് അത് മാറ്റിയാൽ തന്നെ പിന്നെ 3 മാസം നമുക്ക് ഒരു വാറണ്ടി തന്നുള്ളൂ ഡിസ്പ്ലേക്ക്. അത് കഴിഞ്ഞാൽ പിന്നെയും വരുന്നാലോ, അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ആകെ ഒരു പ്രശ്നം കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതിനെതിരെ കേസും സംഭവമൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമേ അത് മാറുള്ളൂ, അല്ലെങ്കിൽ ഇത് നമ്മളെ കമ്പനിക്കാർ എക്സ്പ്ലോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ആക്ച്വലി ഞാനിത് സാംസങ്ങിനൊക്കെ ടാഗ് ചെയ്തിട്ട് ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ തല്ലിപ്പൊളിയാണല്ലോ ഇതൊരു എന്താ പറയുക ഒരു ഫോൺ 1 കൊല്ലം പോലും നിൽക്കില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കൊല്ലം പ്ലസ് ആകുമ്പോഴേക്കും അതിന് കംപ്ലൈൻറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ക്വാളിറ്റി സാധനം ഇവരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് വലിയ ഇന്റർനാഷണൽ കമ്പനീസ് ആയിട്ട്. അത് ഏതായിക്കോട്ടെ, സാംസങ് ആയിക്കോട്ടെ, ആപ്പിൾ ആയിക്കോട്ടെ, ഏത് കൂതറ സാധനം ആയിക്കോട്ടെ, പിക്സൽ ആയിക്കോട്ടെ, എല്ലാം വാങ്ങാത്ത വില ആയിക്കോട്ടെ.
അപ്പോൾ ഈ OnePlus ചെയ്ത പോലെ തന്നെ ഇതുവരെ എല്ലാവരും ആക്ച്വലി ഇങ്ങനെ കൊടുക്കണം. എന്താ വെച്ചാൽ കസ്റ്റമറിനെ ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇവർക്ക് ഇഷ്ടം പോലെ സപ്പോർട്ട് ആൾക്കാരൊന്നും കിട്ടുന്നു, പ്രത്യേകിച്ച് ഇന്ത്യയിലാണ് മെയിനായിട്ട് അവർ ഈ പരിപാടി നടത്തുന്നത്. വേല അവിടെ നടക്കാൻ പോയി അവർക്ക് വിവരം അറിയും. അപ്പോൾ ഏറ്റവും കൂടുതൽ പണ്ടന്മാർ ഇവിടെയാണെന്ന് അവർക്കറിയാം. താങ്ങി പിടിക്കാൻ കുറേ ബോധമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ, ഫാൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരൊന്ന് താങ്ങി പിടിച്ചു കൊടുക്കുന്നവർക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇതിനെതിരെ ആരെങ്കിലും എല്ലാവരും പ്രതികരിച്ചാൽ മാത്രമേ അത് മാറുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് നല്ല സുഖമല്ലേ, അവരെ പുതിയ ഫോൺ ചിലവായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഫോൺ എന്തായാലും 1 ഇയറിന് മുകളിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സാംസങ് Care Plus എടുത്തു വയ്ക്കാൻ മറക്കണ്ട കേട്ടോ. അത് ഏത് ഫോൺ ആയിക്കോട്ടെ, സാംസങ്ങിന് ഇതുപോലെ എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട്. എല്ലാ ബ്രാൻഡിനും ഇതുപോലെ എക്സ്റ്റൻഡ് വാറണ്ടി പ്രോഗ്രാം ഇപ്പോൾ നടത്തുന്നുണ്ട്. ഞാൻ എൻ്റെ ലാപ്ടോപ്പിന് അസൂസിൻ്റെ ഗെയിമിംഗ് ലാപ്ടോപ്പ് ഇതുപോലെ ഞാൻ അതിന് എക്സ്റ്റൻഡ്, അത് പക്ഷേ എനിക്ക് 1000 രൂപയ്ക്ക് 2 കൊല്ലം എക്സ്ട്രാ വാറണ്ടി കിട്ടിയിട്ടാണ്. ഇതിൻ്റെ പോലെ 6000 5000 ഒന്നല്ല. അതിനൊക്കെ അവർ കണ്ടുപിടിക്കുന്നവരൊക്കെ. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ എന്തായാലും ആപ്പിൾ Care Plus എടുക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡബിൾ ചാർജ് കൊടുക്കേണ്ടി വരും, അത് വേറെ കാര്യം. അപ്പോൾ ആപ്പിൾ Care Plusന് അത് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്താ പറയുക മോഡൽ അനുസരിച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നത് iPhone 15 സീരീസിനൊക്കെ എനിക്ക് തോന്നുന്നത് 8 രൂപയോ ആ റേഞ്ചൊക്കെ വരുന്നുണ്ടെന്നുണ്ട്. അപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുക, അത് ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ ഐപാഡിനൊക്കെ ആണെങ്കിൽ 13 14 വരുന്നുണ്ട്. ഞാൻ എൻ്റെ ചിലപ്പോഴാണ് ഈ സാംസങ്ങിൻ്റെ 10 S9 ടാബ് ഉണ്ട്, ഇതും നമുക്ക് OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനും ചിലപ്പോൾ എടുക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പറയുമ്പോൾ ഞാനത് അത്ര വലിയ യൂസ് ഇല്ലെന്നല്ല, ഭയങ്കര യൂസൊന്നും ഇല്ല, എന്നാലും എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്താ വെച്ചാൽ ഇത് അടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു വലിയ നഷ്ടമാണ്. അത് ഇപ്പോൾ നമ്മുടെ പ്രൈമറി ഫോണൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് അതിനെ പിന്നാലെ നടക്കാം. ഞാൻ എന്തായാലും അടിച്ചു പോയി കഴിഞ്ഞാൽ വിടാനൊന്നും പോകുന്നില്ല, നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ലീഗൽ സൈഡിൽ പോയിട്ട് തന്നെ പോകുള്ളൂ. അല്ലാണ്ട് പിന്നെ നമ്മൾ പറയുമ്പോൾ ഞാൻ എൻ്റെ പ്രൈമറി ഫോൺ സാംസങ് ആയാലും നമ്മൾ സാംസങ് ഫാനോ ആപ്പിൾ ഫാനോ സംഭവമൊന്നുമല്ല. നമ്മുടെ കാശ് കൊടുക്കുന്നത്, അല്ലാണ്ട് അവർ തരുന്ന കാശൊന്നുമല്ലോ. അത്രയും പൊട്ടന്മാരായിട്ടുള്ളവർ അവർ അനുഭവിച്ചോട്ടെ, അല്ലാത്തവരുടെ കാര്യം പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമൻറ്റ് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ GH പോലെ മാത്രമേ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്തതിലാണ്.